ഹലോ ഗായ്സ്, ഞാൻ ഉടച്ചൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. നമ്മൾ 2 ദിവസമായിട്ട് കണ്ട് വീഡിയോ വിട്ടിട്ടില്ല. കാരണം ഗൈസ് വേറെ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. എന്ത് ചെയ്യാനാണ് ഗൈസ്. അപ്പം നമ്മൾ പിന്നെ വന്നിട്ടുണ്ട് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പം അണ്ടർഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. യെസ്, അപ്പം അതാണ് ഗൈസ്. ഓക്കെ, അപ്പം എന്താ പറയുക, ഓക്കെ. അപ്പം എന്തായാലും ഗൈസ് നമുക്ക് ഇന്നിങ്ങനെ വലിയ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, രാത്രിയാണോ രാവിലെയാണോ അറിയത്തില്ല ഗൈസ്. ഓക്കെ, എന്തിനാട്ട്. ഓക്കെ, അപ്പം ഇന്നങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഗൈസ്. നമ്മുടെ വീട്ടിൽ കിടപ്പുണ്ട്, ഇത് മൊത്തം പോയല്ലോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ഉടായ്പ പരിപാടി കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് അവിടെ കുറേ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് സംഭവം ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഈ വെള്ളത്തിൻ്റെ അവിടെ നമുക്ക് വെള്ളത്തിനടിയുള്ള എല്ലാം കാണാവുന്ന പോലെ സംവിധാനം ആക്കാനും നോക്കില്ല. പക്ഷേ കുറേ അബദ്ധങ്ങൾ കാണിച്ച് എന്ത് ചെയ്യാമെന്ന് ഒന്നും പറയണ്ട ഗൈസ്. അത് മൊത്തം കോളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇട്ടേക്കാം. ഓക്കെ, അപ്പം പിന്നെന്താണ് ഗൈസ്, നമുക്ക് ഹുയ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഹുയ് എടുക്കണം. ഡേർട്ട് ഇവിടെ ഇരിക്കട്ടെ. വൈറ്റ് ഊളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കൊള്ളാം. ഒരു ബെഡ്റൂം ഉണ്ടാക്കാനുള്ള സംവിധാനമൊക്കെ ആയി ഗൈസ്. ഹുയ് എടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ പട്ടിക്ക് പേരുടെ ആൾ പറഞ്ഞിട്ടുണ്ട്. പട്ടിയുടെ പേര് നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. യെസ്, പട്ടിയുടെ പേര് ചാർലി എന്നാണ് ഗൈസ്. നമ്മുടെ ചാർലിക്കുട്ടനാണ് ഇപ്പോൾ ഡേസിയെ. അപ്പം ചാർലിന്ന് പേരിട്ട് നമ്മുടെ അഭിജിത്ത് ബ്രോ നമുക്ക് കമൻറ്റ് ചെയ്തതാണ് ഈ അഭിജിത്ത് ബ്രോ കമൻറ്റ് ചെയ്തതാണ് പേരിട്ടപ്പോൾ പട്ടിയുടെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർലി എന്നാണ്. യെസ് ചാർലി. യെസ് ചാർലി സ്റ്റാൻഡ് എൻ്റെ ഇല്ല ഇത് ചെയ്യാമെന്ന് പറയസ്. അപ്പം അതൊക്കെയാണ്. പിന്നെ ഓക്കെ, രാത്രിയായിരുന്നു കേട്ടോ. നമ്മുടെ ഒച്ച കേൾക്കുന്നുണ്ട്. കിടന്നുറങ്ങിയൊക്കെ ഗൈസ്. എന്തിനാ വെറുതെ നമ്മൾ ചളി കം. ഓക്കെ, ചാളിക്കാൻ അനുസരണുണ്ട്. പേര് വിളിക്കും വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, കിടന്നുറങ്ങാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് ഇത്തിരി മൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം ഗൈസ്. നമ്മൾ മൈനൊന്നും ചെയ്തിട്ടില്ല. ആദ്യം നമുക്ക് മരൊക്കെ വരാൻ തുടങ്ങി. സ്കെൽട്ടൺ ഇല്ലായിരുന്നു ആദ്യം. സോംബീസ് ഒന്നും പിന്നെ പ്രശ്നമില്ല. സ്കെൽട്ടൺ വരായിരുന്നു ആദ്യം. ഇപ്പോൾ ചത്തോടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഇത് സെറ്റപ്പ് ആക്കണം ഗൈസ്. ഇത് മൊത്തം പോയായിരുന്നു ഗൈസ്. എന്താ പറഞ്ഞൂടാ, വെള്ളം ഇല്ലാത്തതാണല്ലോ. ഓക്കെ, നമ്മുടെ സീഡില്ല. ഓ ഗൈസ്, നമ്മൾ സീഡ് അവിടെ കൊണ്ട് വെച്ചെന്ന് തോന്നുന്നു. ഓക്കെ, വീറ്റ് കിട്ടി. ആ സീഡ് ഇപ്പോൾ കിട്ടുമല്ലോ, ശരിയാണല്ലോ. ഓക്കെ, വീറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും അറിയുന്നില്ല. ഇതായോ? അയ്യോ, അതായില്ലായിരുന്നു. ഈ മണ്ണ സീഡ് നമുക്ക് നടാം ഗൈസ്. ഓക്കെ, സീഡ് തീർന്നോ? അടിപൊളി. ശരി എന്നാ, സീഡ് തീർന്നു ഗൈസ്. അയ്യോ, അതൊന്നേ കിട്ടത്തുള്ളൂ. ഓക്കെ, സീഡ് തീർന്നു. നട്ട് വെക്കായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണെങ്കിൽ എളുപ്പമുണ്ട് ഗൈസ് നമുക്ക്. അന്ന് സാധനമോ അത് മറ്റേ അമ്മയൊക്കെ ഭയങ്കര ഉടായിപ്പാണ് ഈ സിനിമ. ഇവിടുന്ന് എങ്ങോട്ടും കുറച്ചങ്ങ് മൈൻ ചെയ്ത് പോവാം. കുറച്ച് മൈൻ ചെയ്യാം. അവിടെ നിന്ന് കിട്ടുമെന്ന്. ഇവിടെ വെള്ളമൊക്കെ ഉണ്ടല്ലേ. ഒരു നല്ലൊരു ഇതാണല്ലോ ഗൈസ്. അതൊരു വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാതെ ഇവിടെ ഇങ്ങനെ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളിതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. കൊള്ളാലേ പരിപാടി. ഇത് കൊള്ളാലേ ഗൈസ്. ഇവിടെ എന്ത് വെറുതെ ചാടണ്ട. അയ്യോ ചാടില്ല. ഓക്കെ, ഇവിടെ വെറുതെ ഇങ്ങനെ കിള്ളി നോക്കാം ഗൈസ്. എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ. എന്ത് ചെയ്യാനെന്ന് അറിയാം. നമുക്ക് ഇതൊരു അയണൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് അയണും കാര്യങ്ങളും വേണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് അയണും കാര്യങ്ങളും എടുക്കണം ഗൈസ്. അതിന് വേണ്ടിയാണ് ഈ കുഴിച്ച് പോകുന്നത്. പട്ടിക്കൂട്ടം കുരയ്ക്കുന്നുണ്ടല്ലോ. ആ പട്ടി നമ്മൾ ടോർച്ച് എടുത്തില്ലേ നമ്മൾ? ടോർച്ച് 3 ഉള്ളൂ ഗൈസ്. നമുക്ക് ടോർച്ച് ഉണ്ടാക്കണം ഗൈസ്. കുറേ ടോർച്ച് ഉണ്ടാക്കേണ്ട ഒരു ഇതുണ്ട്. നമ്മളിപ്പോൾ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചത് എടുത്തുകൊണ്ട് പോകണം ഗൈസ്. അതാണ് ഒരു കാര്യം. ഇങ്ങനെ ഒഴിച്ചു ഗൈസ്, അതായിരിക്കും ഭേദം. ഞാൻ പണ്ടോട്ട് എങ്ങനെയാണ് ഒഴിക്കുന്നത്. പിന്നെ എന്തൊക്കെയോ സംവിധാനം ഇല്ലേ ഈ
കോർഡിനേറ്റ്സിലാണ് ഡയമണ്ട് അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ ഗൈസ്. അതൊന്നും എനിക്ക് അറിഞ്ഞോളൂ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ വെറുതെ കമൻറ്റ് ചെയ്യുന്നത് ഗൈസ്. ടോർച്ച് സീനാണല്ലോ ഗൈസ്. ഞാൻ സത്യം പറഞ്ഞ് ഈ അയണൊക്കെ കണ്ടുപിടിക്കുന്നതിന് മറന്നുപോയായിരുന്നു ഗൈസ്. എന്ത് ചെയ്യാമെന്ന് പറ. നിങ്ങൾ കമൻറ്റിൽ 2-3 പേര് പറഞ്ഞപ്പോഴാണ്, 2-3 പേരല്ല ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൻ്റെ കാര്യം ജസ്റ്റ് പിന്നെ ഓർത്ത് നോക്കി. ഈ സാധനം ഉള്ളിടത്തൊക്കെ കൂടുതലായിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മണ്ണ് പോലത്തെ സാധനം എന്താണെന്ന് അറിഞ്ഞൂടാ. ഇതുള്ളിടത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. വേറെ കേവിലൊന്നും പോയി ചാടാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, നമ്മൾ ടോർച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തെ പോകാൻ പറ്റുള്ളൂ. അയ്യോ, ഒരയണെങ്കിലും കിട്ടിയാൽ മതി. കോളുണ്ട്. കോളിൻ്റെ അടുത്ത് അയണുണ്ടാവും. അതാ കോളുണ്ട് ഇരിപ്പ്. പട്ടിയിടം വരെ വന്നിട്ടുണ്ട്. അയണൊന്നും കാണാനില്ല. കോളുണ്ട് കുറേ. കോൾ നമുക്ക് എടുത്തേക്കാം. നമുക്ക് കുറേ ടോർച്ച് വേണമല്ലോ. ഇപ്പോൾ കോള് വേണം. ഒന്നും കാണാനും മേല. ഇങ്ങോട്ട് പിന്നെ വരാൻ കഴിച്ച്. തൽക്കാലം പോയി കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ട് വരാൻ കഴിച്ച്. അയ്യോ, ഇവിടെ ഇങ്ങനെ ആയോ. വാടാ ചാർലി വരുന്നില്ല. ചാർലി വാ, കമ. ചാർലി ഇല്ല, ഞാൻ പോകത്തില്ല. കഴിഞ്ഞ ദിവസം ചാർലിനെ ഒരു എന്താ പറയുക സ്കെൽട്ടൻ കൊല്ലണ്ട്. നമ്മുടെ മുത്തുമണി സ്കെൽട്ടൻ കൊല്ലണ്ട്. എന്തോ വായത്തിന് ചാർലി സ്കെൽട്ടനെ കൊന്നു. ഒരു നല്ല കാര്യമായി പോയി അത്. ഓക്കെ, ഞാൻ എന്തിനും ഇങ്ങോട്ട് വന്നേ. യെസ്, ഓക്കെ. ഇതിനകത്ത് നമുക്ക് ഈ കരിയിൽ വെച്ച് നോക്കിയാലോ? ഞാൻ കത്തിയാലോ? ഗൈസ് കത്തുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തീർന്നു പോയിരിക്കും അല്ലേ? അതെന്തിലാട്ട് അതോടെ ഇങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ഉണ്ടാക്കാൻ പോയാൽ ടോർച്ച് 8 ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. 8 എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കോളിനി അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇന്ന് സീനില്ല. രാത്രി ആവാനായി സീൻ തന്നെ. നമുക്ക് കിടന്നുറങ്ങാം. ചാർലി എവിടെയെന്നോ റൈറ്റ്. ചാർലിക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ നമ്മൾ മറന്നു. നമ്മൾ കുറച്ച് യാത്ര പോകാറുണ്ട് നമ്മുടെ എൻ്റെ മോനെ. ഇവിടെ മൊത്തം കോൾ എടുത്തു നമ്മൾ. ഓക്കെ, നമ്മുടെ ഇൻവെൻട്രിയിൽ കോൾ എത്ര എണ്ണമായി? കോൾ 46 എൻ്റെ മോനെ. ഞാൻ മിക്കവാറും ടോർച്ച് ഉണ്ടാക്കി ചാവും. സത്യമായ കോളും നല്ലതാണ്. നമുക്ക് ഫർണസിലൊക്കെ ആണെങ്കിൽ പോലും വെക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ വെറുതെ നമ്മുടെ പിക്കാക്സ് ഇപ്പോൾ പൊട്ടും ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? വെറുതെ കുഴിച്ച് നോക്കാം എന്തെങ്കിലും കിട്ടിയത്. കോപ്പർ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ കോപ്പർ കണ്ടുപിടിച്ചു. ന്യൂ അപ്ഡേറ്റിലാണെങ്കിൽ ഗുണമുണ്ട്, പക്ഷേ ഇപ്പോൾ ഗുണമില്ല. എൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ തന്നെയാണ്. ഇതെവിടെ സ്ഥലം? നമ്മൾ നേരത്തെ കുഴിച്ച് പോയിക്കുന്നത്. ഓക്കെ, നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അടിപൊളി. പേടിച്ചു. ഞാൻ വിചാരിച്ചാണ് എന്താണ് നമുക്ക് അതിന് കിട്ടാത്തത്. അത് കൂട്ടിയിട്ടുണ്ട്. പേടിക്കണ്ട, നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇല്ല, നമ്മുടെ സ്റ്റോക്കൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ടുള്ള വഴി ഇങ്ങോട്ട് പോകും ഗൈസ്. കുഴിച്ച് ഇങ്ങനെ വെറുതെ നോക്കാം. എന്തെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷ. കിട്ടിയാൽ മതിയായിരുന്നു. കേവിലും പോയി ചാടിയാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഇപ്പോൾ ഒന്നും എന്തായാലും അവന്മാരൊക്കെ കേവ് എന്നറിയാലോ. നിങ്ങൾക്ക് കേവിനെ പറ്റി അറിയാലോ. നമ്മൾ ഡിഫെൻസ് സിസ്റ്റം ഒന്നും നമ്മളെ അറിഞ്ഞു. നമുക്ക് ഡിഫെൻസ് അറിഞ്ഞു ഗൈസ്. നേരെ പോയാലോ? എന്ത് സംഭവം? ലാഗായിരുന്നു ഗൈസ്. ഞാൻ വിളിച്ചു തന്നെ പൊട്ടാത്തത്. നമ്മൾ ഒരുമാതിരി കോണാന്നുള്ള മൈനിങ് ആണ് യൂസ് ചെയ്യുന്നത്. സാങ്കേതികമായ വിദ്യകളുടെ ചെറിയ പ്രശ്നങ്ങളുള്ളതിനാൽ ഗൈസ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മൈൻ ചെയ്തു പോകുന്നത്. ഒന്നും വിചാരിക്കില്ല ഗൈസ്. നമുക്കൊരു പ്ലാനിങ് ഒന്നുമില്ല. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ കുഴിച്ച് കിട്ടുന്ന പറക്കി അങ്ങ് പോകും ഗൈസ്. പിന്നെയല്ല, പക്ഷെ ചായം കിട്ടുവാനെ കൊള്ളായിരുന്നു കേട്ടോ. ഒരു ബക്കറ്റൊക്കെ ഉണ്ടാക്കി വേണ്ട അത് തന്നെ പൊളിച്ച്. എന്ത് പിക്കാക്സ്? ഇത് വുഡൻ പിക്കാക്സ് അങ്ങ് എടുത്തു. വെറുതെ ഗൈസ് നമ്മളെ പിക്കാക്സുകളെ ഇതേ ഡേട്ടെടുത്തി. ഗൈസ് ഒരു സംഭവം മനസ്സിലായി. നമ്മൾ നേരെ പിന്നെ അങ്ങോട്ടാണ് ഇത് കുഴിച്ച് പോകുന്നത്. അയ്യോ, ഇതെവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഗൈസ്?
ഇവിടെ നമ്മളിങ്ങനെ നേരെ കുഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതാ അയ്യോ ഓടിക്കോടാ രമണ. അയ്യോ ഇത് വെള്ളം വരുന്ന അയ്യോ വെള്ളം. ഇതേ ചാളി അവിടെ നിൽക്കാ. ചാളി ഇങ്ങോട്ട് വാന്നു. എൻ്റെ ടോർച്ച് എടുത്തിട്ട് വരട്ടെ. ടോർച്ച് കിട്ടിക്കാണല്ലേ. ചാളി വാ, അവിടെ നിന്നിട്ട് കാര്യമില്ല. കമോൺ ചാളി കമോ. അത് അടച്ചു കൂട്ടാൻ സമയമായി സുഹൃത്തുക്കളെ. ഇങ്ങോട്ട് ഇനി കാര്യമില്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ കല്ല് വെച്ചാൽ പിന്നെ ഇങ്ങോട്ട് ആരും വരാൻ പാടില്ല, അങ്ങനെയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ വെറുതെ എന്തെങ്കിലും കാണിക്കാം. നമ്മുടെ വീടിൻ്റെ അടിയിലോട്ട് നമുക്ക് കുറേ പരിപാടി ഉണ്ട്, പക്ഷെ അത് ഇതുവരെ നമ്മളങ്ങനെ നോക്കിയില്ല. വീടിൻ്റെ അടിയിലോട്ടേ നമ്മൾ മൈൻഡ് ചെയ്ത് പോകുന്ന സ്ഥലമാക്കിയിട്ടുണ്ടായിരുന്നു, അതെന്നെ അറിയോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല. നമുക്ക് അവിടെ നോക്കണം ഗൈസ്. തൽക്കാലം ഇവിടെയൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടാണ്. അടിയിലോട്ട് പോവാനേ, അടിയിലോട്ട് പോവാ അല്ലേ. എവിടെ നിന്ന് പോകും ഇതൊരുമാതിരി. നമ്മൾ ഞാൻ പറഞ്ഞ എണാകുണമെന്നാണ് ഈ ഒരു മൈനിങ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരുമാതിരി ലെവലൊന്നുമില്ല. നമ്മൾ ചെയ്തു പോയേക്കും അങ്ങോട്ട് വെറുതെ. കുറച്ച് സ്റ്റോണൊക്കെ എടുത്ത് കൈ പിടിച്ചൊക്കെ ആവശ്യം. ഇതിപ്പോൾ ഏതാ വഴി? ഇതങ്ങോട്ടുള്ള വഴി. ഒക്കെ മനസ്സിലായി. ഒരു പിടിയും ഇല്ല. എന്ത് ചെയ്യാനെന്ന് പറ. ചാളി ഇതെല്ലാം കണ്ടോണ്ടിരിപ്പുണ്ട്. ഇവൻ എന്നെ ഈ കാണിക്കുന്നതെന്നാണ് ചാളി വിചാരിക്കുന്നത്. ഒന്നും പറയല്ലേ. നമുക്ക് നമ്മുടെ വീടിൻ്റെ അടിയിലോട്ട് തന്നെ കുഴിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ വഴിയൊന്നും ഇവിടെ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ പോയാലും ഇങ്ങനെ നമ്മൾ അടിയിലോട്ട് പോയാൽ മതി. നമ്മൾ കുറേ അടിയിലോട്ട് പോകണം. നമ്മൾ ഇത്ര സമയം നേരെയല്ലേ പോയത്, അതുകൊണ്ടായിരിക്കും. നമുക്ക് അടിയിലോട്ട് പോകാം ഗൈസ്. ചാടിക്കോടാ. ഇങ്ങനെ അടിയിലോട്ട് കുഴിച്ചു പോകണമെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ നല്ലതല്ലേ. ഇതിപ്പോൾ പൊട്ടും ഗൈസ്, നമ്മുടെ ഈ പിക്കാക്സ്. എൻ്റെ കാലാവധി കഴിഞ്ഞു. ഓക്കെ, പറഞ്ഞ് നോക്കിയിരിക്കുമായിരുന്നു. പിന്നെയും സ്റ്റോൺ തന്നെയാണ് വേദം. അത് വേറെ കാര്യം. എന്നാലും നമ്മളെ സ്റ്റോൺ ഇങ്ങനെ വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ തന്നെ പോവുക. ലേസ് ഇതായിരിക്കും ഭേദം തോന്നുന്നു. വെല്ലം കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ പോകണം തോന്നുന്നു. ഞാൻ വെച്ച് കാണുന്നതല്ല അയണായിട്ട് ഇപ്പോൾ തോന്നുന്നത്. എന്നെ പറഞ്ഞോളൂ, അയൺ കിട്ടേണ്ടതുകൊണ്ടാണോ തോന്നിയത്? കാണുന്നതല്ല അയണായിട്ട് തോന്നുന്നത്. എന്തല്ലേ ഞാനെന്നെ ഇങ്ങനെ പോകുന്നേ. അത് അടുത്ത കോള്. എൻ്റെ പൊന്നെ, ഈ കോള് വന്ന് കൊല്ലാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. ചേടാ ഇതൊരുമാതിരി പരിപാടി ഇപ്പോഴല്ലോ. ഇവിടെ മൊത്തം കോളാണല്ലോ ഈസ്. എന്താണ് ഈസ് കോള് വരുന്നത്? ഇങ്ങനെയൊന്നും കോള് തരാൻ പാടില്ല ഈസ്. കിട്ടും, നമ്മളെടുക്കും അത്ര തന്നെ. പ്രത്യേകിച്ച് ചോദ്യമൊന്നുമില്ല. കിട്ടുന്നൊക്കെ എടുത്തോണ്ട് അതിലോട്ട് ഇവിടെ ഞങ്ങൾ കയറിപ്പോവും. ഇതേ നമ്മുടെ പട്ടി വന്നിട്ടുണ്ട് ഈസ്. പട്ടി ലീസ് നമ്മുടെ ചാർലി വന്നിട്ടുണ്ട്. ചളി മൂവേ, എനിക്കിവിടെ പണി ചെയ്യാനോടാ. നീ അവിടെ എന്തിനാ ഇത്? ഇവിടെ മൊത്തം കോളാ. എൻ്റെ അമ്മോ, കോളെന്ന് വെച്ചാൽ കോള് തന്നെ. എന്നാ ഒട്ടൊരായം തന്നൂടാ, അതുമില്ല. മറ്റമ്മയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. അമ്മമാരെ അവിടെ പാർട്ടിയാണെന്ന് തോന്നുന്നു. ഇവിടെ അടുത്തോടെ കേവുണ്ടെന്നാണ്. പിന്നെ കോപ്പർ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആയിരുന്നു കോപ്പർ കൊണ്ട് ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് വേർഷനാണ്. ലേറ്റസ്റ്റ് അല്ല, സാധാ വേർഷനാണ്, പഴയത് തന്നെയാണ്. അതുകൊണ്ട് കോപ്പറും കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ മൊത്തം കോപ്പർ. എന്താ പോയോ, ഇവിടെയൊക്കെ കോപ്പറേ ഉള്ളു. ഞാൻ പറഞ്ഞല്ലോ കുഴപ്പമില്ല, കിട്ടുന്ന എടുത്തോണ്ട് പോകും അത്ര തന്നെ. നമ്മളെങ്ങനെയാ ഇപ്പോൾ മൈൻഡ് ചെയ്ത് വന്നത്? എങ്ങനെയല്ലേ. അതല്ലാത്തായിപ്പോയല്ലോ. നമ്മൾ ഇട്ട് വെച്ചേക്കാം, എങ്ങനെ പെട്ടെന്ന് ഓടണ്ട വന്നാലേ. ചാളി ഒന്ന് മാറിക്കടാ.
ഒന്നും വിചാരിക്കല്ലേ, അവന് ഫുഡില്ലല്ലോ. ഫുഡ് ഇത് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ഫുഡായിട്ട്. അതാണൊരു പ്രശ്നം. ഓടിക്കോ. എൻ്റെ കുറേ കാര്യങ്ങളുണ്ടോ? ആരുമില്ലെന്ന് തോന്നുന്നു. സീഡ് 2 കിട്ടിയല്ലോ, കൊള്ളാം കേട്ടോ. ഒന്നുകൂടെ ഇവിടെ ഒന്ന് ഇതെന്നാ എന്താണ് ഇതിങ്ങനെ പോകുന്നത് എനിക്കറിയാൻ പാടില്ല. വീറ്റല്ല ഓട്ടെ, സീഡ് നടാത്തോണ്ടാണോ? എനിക്കറിയാൻ പാടില്ല. ഇവിടെ സീഡ് നട്ട് വെച്ചേക്കാല്ലേ. സീഡില്ല. ഓ സീഡില്ലേ. പിന്നെ എന്തിനാ നട്ടെ? ഓക്കെ, നേരെ പോയി കിടന്നുറങ്ങുന്ന ഈസൊക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി. സുഹൃത്തുക്കളെ ഒന്നും കിട്ടാതെ, ഒന്നും കിട്ടാതെ കുറച്ച് സ്റ്റോൺ കിട്ടി. കുറേ കോളും കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ, ഇവിടെ കുറച്ച് ഗ്ലാസ് ആയി കാണുമല്ലോ. ഓ 5 ഗ്ലാസ്. അപ്പോൾ കരിയിലയും കൊണ്ട് ഗുണമുണ്ട് കേട്ടോ ഈസ്. ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈസ്. കുറേ കോപ്പർ കിട്ടി. കോപ്പർ അങ്ങ് വെച്ചാൽ കുറച്ച് കോപ്പർ ഇഗ്നോട്ടൊക്കെ അങ്ങ് ഉണ്ടാക്കാം. 64 കോളൊക്കെ കിട്ടി. ഇതൊക്കെ വെച്ച് എന്ത് കാണിക്കുന്നൊരു പിടിയുമില്ല. ജസ്റ്റിനകത്തോട്ട് കുറച്ച് സാധനമൊക്കെ വെച്ചേക്കാം ഈസ്. ഇവിടെ കുറേ സ്റ്റോണൊക്കെ അങ്ങോട്ട് വെക്കാം. ഒരു കോള് ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട്. അയ്യോ, ഇവിടെ വെക്കാം. ഇതെന്ത് സാധനം? ഒരു ചാർക്കോല. ഞാൻ ആദ്യം വിചാരിച്ചു ചാർക്കോലും കോളും ഒന്നും. 6 ലെഡൊക്കെ ഇവിടെ വരുന്ന എല്ലാ ട്രേഡറിനെ നമ്മൾ 6 കൊല ചെയ്യാറുണ്ട് ഈസ്. അങ്ങനെയാണ് നമുക്ക് ഈ ലെഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇല്ല, അത് 2 കിട്ടില്ല. അടുത്ത് കൊടുക്കാം. പിന്നെന്താണ് ഗ്രേ വൂള്, അതൊന്നും നമുക്കിപ്പോൾ വേണ്ട. പിന്നെ 64 സ്റ്റോൺ. ഓക്കെ, ഇത് ഓക്കെ, അടിപൊളി. 53 അവിടെ ഇരുന്നോട്ടെ. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സോൾ ഇവിടെ വെച്ചേക്കാം. കാരണം എപ്പോഴും ആവശ്യം വരുന്ന കാര്യമില്ല. പിന്നെ ഒരു പിക്കാക്സ് അത് ആവശ്യം വരും. പിന്നെന്താണ് പിന്നെ നമ്മുടെ നമ്മൾ ഹുയി ഉണ്ടാക്കി ലാക്സ് ഉണ്ട്, അത് അവിടെ ഇരുന്നോട്ടെ. പിന്നെ ഇതും അവിടെ ഇരുന്നോട്ടെ. മൊത്തം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ബീറ്റ് ഓക്കെ. ഗ്ലാസ് പെയിൻ 9. ഓക്കെ. ഗ്ലാസ് പെയിൻ വെക്കലേ, അതല്ലേ വെക്കുന്ന സാധാരണ. പൊളി നമുക്കിപ്പോൾ അങ്ങനെ ആക്കി. അപ്പം എല്ലാം സെറ്റപ്പ് ആക്കി. ഇവിടെ ഒരു ഏണി വെക്കാത്തതിൻ്റെയാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഏണി നമ്മളിലുണ്ട്, നമ്മുടെ ഏണി ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ എവിടെയോ പോയി. ഇവിടെ ഒരു ഏണി വെക്കാത്തതിൻ്റെ ഈസ്. ഇവിടെ ഏണി വേണം. അപ്പം അതാണ് നമ്മളിങ്ങനെ ചാടിപ്പോയവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റാത്തത്. ഇപ്പം ഇറങ്ങി, പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഈസ്. അതിൻ്റെയാണ്. ഓക്കെ, വീട്ടിലോട്ട് കയറി. നമ്മുടെ ചാളി ഇവിടെ ഉണ്ട്. ചാളി നീ അവിടെ വേണം ഇരുന്നോ. ഓക്കെ, ചാളി നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിരുന്നു ഈസ്. ഓക്കെ ഈസ്. അപ്പം ഈസ് ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഈസ്. അപ്പം ഏതായാലും വീഡിയോ ഉണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തതുകൊണ്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലെങ്കിൽ ഈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈസ്. അപ്പം എല്ലാവരും അടിപൊളിയാക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പം ഏതായാലും പുതിയൊരു വീഡിയോ പിന്നെയും പറയാം ഈസ്. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഈസ്. അപ്പം എല്ലാവർക്കും ബൈ.